Okay. Next question. Write a C program to check whether the given number is strong number or not. നമ്മൾ പാലൻഡ്രോൺ നമ്പർ, ആംസ്ട്രോൺ നമ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടൈപ്പ് നമ്പറാണ് സ്ട്രോങ് നമ്പർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ കൂടെ ഹിൻഡ് വരാറുണ്ട്, എന്താണ് സ്ട്രോങ് നമ്പർ എന്ന്. കാര്യം അത്രയും പോപ്പുലർ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും ടൈപ്പാണ് ചോദിക്കുന്നതെങ്കിൽ. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 145 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് നമ്പർ ആവണമെങ്കിൽ 1 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ എന്തായിരിക്കണം? 145 തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്താവും? സ്ട്രോങ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h with main. നമുക്ക് എന്തൊക്കെ വേണം? ഒരു ലൂപ്പ് വേണം, n എന്നൊരു നമ്പർ വേണം. ഓക്കെ. ദെൻ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പാലൻഡ്രോം ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഡിജിറ്റ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്, ഇവിടെ സമ്മ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എസിൻ്റെ വാല്യൂ 0 ആക്കി. ഇത്രയും കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തു. ഞാനിവിടെ നമ്പേഴ്സ് റീഡ് ചെയ്യാൻ നിൽക്കുന്നില്ല, നേരിട്ട് ഞാൻ 145 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രിന്റ് ഓഫ് എൻ്റർ നമ്പർ സ്കാൻ ഓഫ് n അത്രയും പേര് ചെയ്യണം. ഇവിടെ ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല തൽക്കാലം. ഓക്കെ. ദെൻ നമ്മുടെ കോമൺ കോഡ് എഴുതുക. വൈൽ n > 0 ഞാൻ പറഞ്ഞായിരുന്നു. ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. ആ കോഡ് വൈൽ n > 0 d = n mod 10, n = n/10. ഓക്കെ. s = s plus d. ഓക്കെ. ഇത് എന്തിൻ്റെ കോഡായിരുന്നു? പറഞ്ഞിട്ടുണ്ടോ? സം ഓഫ് ഡിജിറ്റ്സിൻ്റെ കോഡാണ്. അതായത് 145 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 + 4 + 5 എനിക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ എനിക്ക് 1 + 4 + 5 കിട്ടും എങ്കിൽ, പക്ഷേ എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് 1 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ ആണ്. ഇതിൻ്റെ ഫാക്ടോറിയലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ഫാക്ട് ഓഫ് ഡി കണ്ടുപിടിക്കണം. ഓരോ ഡിയുടെയും ഫാക്ടോറിയൽ കണ്ടുപിടിച്ചിട്ട് അത് വേണം എന്ത് ചെയ്യാൻ? എനിക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുക. ഇൻറ്റ് ഫാക്ട് ഇൻറ്റ് n. ഓക്കെ. എങ്ങനെയാണ് നമുക്ക് ഫാക്ടറിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇൻറ്റ് ഐയും വേണം, എഫ് എന്നൊരു വേരിയബിൾ 1 നോക്കണം. ഓക്കെ. ദെൻ ഫോർ i = 1, i <= n, i++. ഓക്കെ. f = f ഇൻറ്റു i. ഓക്കെ. ഈ കിട്ടുന്ന നമ്പറിനെ എന്ത് ചെയ്യണം? നമ്മൾ റിട്ടേൺ ചെയ്യണം. ഓക്കെ. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടോറിയൽ കിട്ടും. ആ ഫാക്ടോറിയലിൻ്റെ സമ്മ് കണ്ടുപിടിക്കും. ഓക്കെ. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ കിട്ടിയ സമ്മും എൻ്റർ ചെയ്ത നമ്പറും സെയിം ആണോ നോക്കണം. അതെങ്ങനെ നോക്ക് ചെയ്യാം? ഇഫ് s = n ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രിന്റ്എഫിനകത്ത് സ്ട്രോങ് നമ്പർ എന്നിട്ട് മെസ്സേജ് കാണിക്കാം. എൽസ് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? നോട്ട് സ്ട്രോങ് നമ്പർ എന്നുള്ള മെസ്സേജ് കാണിക്കും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കൊടുത്തേക്കുന്ന n എന്ന് പറഞ്ഞാൽ എന്തായി പോകും? 0 ആയി പോകും. സോ എന്നിൻ്റെ ഒരു കോപ്പി എടുത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക. ആ കോപ്പിയായിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ പ്രോഗ്രാമിനെ മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി. ഓക്കെ. പ്രോഗ്രാമിൻ്റെ കോഡ് നമ്മൾ ഗ്രൂപ്പിലിട്ടേക്കാം. നമ്മുടെ സാധാരണ കോഡ് തന്നെയാണ്. അതിനകത്ത് ഫാക്ടോറിയൽ എന്ന് കോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഫാക്ടോറിയലിൻ്റെ ഫംഗ്ഷൻ എഴുതുക. ഓക്കെ. ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് C program that calculates and print the result of the following expression. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അത് വാല്യൂറ്റ് ചെയ്തിട്ട് ആൻസർ പറയാനാണ്. ബ്രാക്കറ്റിനാണ് ഹയർ പ്രിഫറൻസ്. സോ ആദ്യം ഇത് പെർഫോം ചെയ്യും, എന്നിട്ട് സ്റ്റാർ ഡിവിഷനും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് അസോസിയേറ്റീവ് വേണ്ട, ആദ്യം ഈ സ്റ്റാർ വർക്ക് ചെയ്യും, പിന്നെ ഈ ഡിവിഷൻ വർക്ക് ചെയ്യും, പിന്നെ മൈനസ് വർക്ക് ചെയ്യും, ലാസ്റ്റ് ആൻസർ പ്രിന്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് എക്സ്പ്ലെയിൻ ഹൗ പാരാന്തസിസ് അഫക്റ്റ് പ്രിഫറൻസ്. പാരാന്തസിസ് ഉണ്ടെങ്കിൽ ആദ്യം ഏതായിരിക്കും വർക്ക് ചെയ്യുന്നത്? ബ്രാക്കറ്റ് ആയിരിക്കും ആദ്യം പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ.